ഇന്ന് ഷാഫിക്ക് വിളിച്ചപ്പോൾ വണ്ടി എടുത്ത് ഇറങ്ങിയതാണ്. എന്താണെന്ന് അറിയില്ല, നമുക്കൊന്ന് പോയേക്കല്ലേ. അങ്ങനെ ചേളാരി ജെ.ആർ.എസിന്റെ അടുത്തെത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് നമ്മളെ മച്ചു SD കൊണ്ട് വരുന്നത്. ഞാൻ മൂപ്പര് ജീപ്പ് വ്ലോഗ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു മൂപ്പരുടെ അടുത്ത് കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. ആ കളക്ഷനുള്ള ഒരു വണ്ടിയാണിത്. ഈ വണ്ടിനെ പറ്റി എനിക്കറിയുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണിത്. ഞാനും ഷാഫിക്കും കൂടെ നമ്മളെ സ്ഥിരം സ്പോട്ടായ യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോയത്. ഇതൊരു 83 മോഡൽ ബൈക്കാണ്. 250 cc ആണ് ഇതിന്റെ എഞ്ചിൻ വരുന്നത്. ഈ വണ്ടിക്ക് ഭയങ്കര ഫാൻ ബേസ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ആൾക്കാരൊക്കെ കണ്ടിട്ടാണെങ്കിൽ എത്ര കൊടുക്കുന്നുണ്ടോ അങ്ങനത്തെ ഓരോ ചോദ്യങ്ങളൊക്കെ വരും എവിടെയെങ്കിലും പാർക്ക് ചെയ്താൽ. ഞാൻ ഷാഫിക്കിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ വണ്ടി എടുത്തതെന്ന്. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ഷാഫിക്ക എന്തുകൊണ്ടാണ് ഈ വണ്ടി എന്ന് പറഞ്ഞാണ്. വേറൊരു ഫീലാണ്. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് ചെയ്താണ്. ഈ ഡിസ്കൊക്കെ പുറത്തുനിന്ന് മൂപ്പര് പിന്നെ ചെയ്താണെന്നാണ് പറഞ്ഞത്. ഈ SD തന്നെ കുറേ മോഡലുകൾ വരുന്നുണ്ട്. ഇത് 250 ഡിലക്സ് പറഞ്ഞിട്ടുള്ള സാധനമാണ്. എനിക്ക് കറക്റ്റ് അറിയില്ല, കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായപ്പോൾ ഞാൻ എടുത്താണ് ഈ വീട്. മൂപ്പര് ഇതായിട്ട് പോകാത്ത സ്ഥലങ്ങളൊന്നും ഇല്ല കേട്ടോ. അത്രക്കും കണ്ടീഷനാണ് വണ്ടി. കുറച്ച് റെസ്റ്റ് വന്നിട്ടുണ്ട്, അത് റെഡിയാക്കുന്നതാണ് എന്നോട് പറഞ്ഞത്. ശരിക്കും അന്നത്തെ ഇന്നത്തെ ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ വേറെ തന്നെ ലെവലാണ്. അത് അങ്ങനെ തന്നെ ആണല്ലോ അല്ലേ, പഴയതിന് വീര്യം കൂടുമല്ലോ. ഈ ഒരു ടൈമിൽ ഈ വണ്ടി പ്രാക്ടിക്കലാണോ എന്ന് ഞാൻ മൂപ്പരോട് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞാട്ടത്. ഷാഫിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇത് 2025 പ്രാക്ടിക്കലാണ് ഈ വണ്ടി. ഈ വണ്ടി എന്ന് പറഞ്ഞാല് ഇതിനോട് കമ്പുള്ള ആളുകൾക്ക് ഓക്കെയാണ്, എല്ലാത്തവർക്ക് ഇത് ഒരിക്കലും പോസിബിൾ. ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ, ഇതിന്റെ സർവീസ് മെയിനായിട്ട് വരുന്നത് മൈസൂരാണ്. വലിയ മേജർ കംപ്ലൈന്റുകളൊക്കെ മൈസൂരാണ്. പിന്നെ ചെറിയ മെക്കാനിക്കൊക്കെ ഞാൻ അറിയും വണ്ടി വണ്ടി എടുക്കുന്ന ആളുകളെ കുറിച്ച് മെക്കാനിക്കാരാണ്. എല്ലാവരും വണ്ടി നടക്കില്ല. എവിടെ ഓഫ് ആയാലും സ്റ്റാർട്ടാക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ കൊടുക്കാണ്ട് നമ്മുടെ സർവീസ് ഒന്നും വല്ല നന്നാക്കൂലേ, സർവീസ് ഇല്ല, ആർക്കും അറിയില്ല. അത് ഞാനും ആൾക്കാരൊക്കെ ഒരു വില്ലേജ് ആളുകൾ നന്നാക്കൂലേ. മെയിൻ സർവീസ് മൈസൂർ. അതാണ് മൂപ്പരിനോട് പറഞ്ഞത്. ഇതിൽ ഏറ്റവും ഇഷ്ടമായ 2 കാര്യമാണ് ഇനി അങ്ങക്ക് കാണിച്ചു തരാൻ പോണത്. കണ്ടോളി. ആ ഇഷ്ടപ്പെട്ട സംഗതികളാണ് കിക്കറും അതേപോലെ ഇതിൻ്റെ സൗണ്ടും. വേറെ തന്നെ മൂഡാണ് ആ സൗണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഗിയർ ലിവറിൻ്റെ ആണ് കേട്ടോ ഇതിൻ്റെ കിക്കർ. ഈ വണ്ടിനെ പറ്റി കൂടുതൽ അറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാനും ഒന്ന് വണ്ടി എടുത്ത് ഒരു റൗണ്ട് അടിച്ച് പോയി വന്നു നോക്കി. ഇത് ഓടിച്ചിട്ട് എനിക്ക് കിട്ടിയ ഫീൽ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും എനിക്കിത് സ്വന്തമാക്കണം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ വണ്ടി ഓടിക്കണത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് മൈസൂർ പോയി ഇത് സർവീസ് ചെയ്യണതെന്നും അതേപോലെ തന്നെ എന്തിനാ ഇതിങ്ങനെ റീസ്റ്റോർ ചെയ്തുകൊണ്ട് ഇങ്ങനെ കൊണ്ടുനടക്കണമെന്നും. ഈ വണ്ടി ഒരു വേറെ തന്നെ മൂഡാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊരു വീഡിയോ ആയിട്ടൊന്നും കാണണ്ട. ഈ വണ്ടി കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി, അപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവരോടും ബൈ. ഇന്ന് ഷാഫിക്ക് വിളിച്ചപ്പോൾ വണ്ടി എടുത്ത് ഇറങ്ങിയതാണ്. എന്താണെന്ന് അറിയില്ല, നമുക്കൊന്ന് പോയേക്കല്ലേ. അങ്ങനെ ചേളാരി ജെ.ആർ.എസിന്റെ അടുത്തെത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് നമ്മളെ മച്ചു SD കൊണ്ട് വരുന്നത്. ഞാൻ മൂപ്പര് ജീപ്പ് വ്ലോഗ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു മൂപ്പരുടെ അടുത്ത് കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. ആ കളക്ഷനുള്ള ഒരു വണ്ടിയാണിത്. ഈ വണ്ടിനെ പറ്റി എനിക്കറിയുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണിത്. ഞാനും ഷാഫിക്കും കൂടെ നമ്മളെ സ്ഥിരം സ്പോട്ടായ യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോയത്. ഇതൊരു 83 മോഡൽ ബൈക്കാണ്. 250 cc ആണ് ഇതിന്റെ എഞ്ചിൻ വരുന്നത്. ഈ വണ്ടിക്ക് ഭയങ്കര ഫാൻ ബേസ് ആണ് കേട്ടോ.